പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമാണ്. ഇന്ന് റംബുട്ടാനും വെച്ച് ഒരു കറി തയ്യാറാക്കിയാൽ റംബുട്ടാനും പഴുത്ത തക്കാളിപ്പഴവും കൂടെ ചേർത്ത് നമുക്കൊരു കറി തയ്യാറാക്കാം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള 2 തക്കാളിപ്പഴം, 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ റംബുട്ടാൻ. ഇനി ഈ റംബുട്ടാന് ഒന്ന് പൊളിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ റംബുട്ടാനും തക്കാളിപ്പഴം കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിനാവശ്യമായ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കൂടെ സ്വല്പം മല്ലിപ്പൊടി വേണ്ടുന്നവർ ഉപയോഗിക്കാം. സ്വല്പം മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കും. തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇരുന്ന് ഇതൊന്ന് വേകട്ടെ. കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനിയും അരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. കറി നന്നായി വെന്തിട്ടുണ്ട്. അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളച്ച് പോകണ്ട. ഇതിൻ്റെ കൂടെ ഞാൻ സ്വല്പം ഉലുവാപ്പൊടിയും ഇടുന്നുണ്ട്. 1 നുള്ളു ഉലുവാപ്പൊടി മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി വാങ്ങി വയ്ക്കാം. ഇനിയും കടുക് താളിക്കാം. അതിനായി ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ആവശ്യത്തിനുള്ളത് ഇടുക. ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കുക. കൂടെ കറിവേപ്പിലയും. എൻ്റെ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർ ചേർക്കാവുന്നതാണ്.
നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയിലേക്ക് തീ ഓഫാക്കിയ ശേഷം സ്വല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ സ്വാദിഷ്ടമായ റംബുട്ടാൻ തക്കാളി കറി റെഡിയായി. ഇത് ചോറിന് പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിനു മുൻപായി കൂട്ടുകാരോടൊരു കാര്യം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.